പറഞ്ഞൊരു ട്രേഡർ അല്ലാതെ നമുക്ക് എന്താണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. അതിലൂടെ കൊമേഴ്സ് ട്രേഡിംഗ് നടത്തുന്നതാണ് എന്നുള്ളത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പഴയ കൊമേഴ്സും ഇപ്പോഴത്തെ കൊമേഴ്സിന്റെയും കുറെ ഡിഫറൻസസ് ആണ്. പണ്ടതെന്തായിരിക്കും അതിന്റെ ഫോർമേഷൻ ഡിഫിക്കൽട്ട് ആണ്, ഇന്ന് കുറച്ചും കൂടി ഈസി ആണ് അല്ലെ. പഴയതിനേക്കാളും ഇപ്പം നമുക്ക് പോയിട്ട് വാങ്ങാന്നുള്ളതിനേക്കാളും നമുക്ക് ഈസി ആണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ പ്രസൻസ് പണ്ട് അത് നെസസറി ആണ്, ഇപ്പം അത് ആവശ്യമില്ല. അതിന്റെ കോസ്റ്റ് ആണെങ്കിൽ പണ്ട് കുറേ കോസ്റ്റ് ആയിരിക്കില്ല. പണ്ടത്തെ ബിസിനസിനെ സംബന്ധിച്ച് കോസ്റ്റ് കൂടുതലാണ്. ഇ കോമേഴ്സിൽ വരുമ്പോൾ എന്താണ് കമ്പാരിറ്റീവ്ലി കുറവ് കോസ്റ്റ് മതി അല്ലെ. പണ്ട് നമുക്ക് അതൊരു ബിസിനസ് സെല് ചെയ്യാൻ നമുക്ക് എന്തായാലും അതിനൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു ബിസിനസ് ഒരു ഹൗസിംഗ് യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ കോസ്റ്റ് കൂടുതലാണ്. ഇന്നത് വേണ്ട, നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ തന്നെ നമുക്ക് അത് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ലെസ് കോസ്റ്റ് മതി, ടൈമും അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി പണ്ടത്തിനേക്കാളും കുറച്ചു മതി. അങ്ങനെ കുറെ ഡിഫറൻസസ് ആണ് നമുക്ക് ഇതിൽ പിന്നെ തന്നിട്ടുള്ളത്. ദെൻ ഇ കോമേഴ്സ് എന്താന്ന് നമുക്ക് നോക്കി. ഇ കോമേഴ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇ കോമേഴ്സസ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്താണ് B2B ഇ കോമേഴ്സിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇ കോമേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇ കോമേഴ്സിൽ നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് B2B ബിസിനസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തത് B2C ഉണ്ട്, പിന്നെ C2C ഉണ്ട്. ദെൻ അങ്ങനെ അതായത് B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, B2C പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ, C2C പറഞ്ഞാൽ കൺസ്യൂമർ ടു കൺസ്യൂമർ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട് ഇ കോമേഴ്സസ് ഉണ്ട്. B2B എന്ന് പറഞ്ഞാല് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ കമ്പനീസ് ഡൂയിങ് ബിസിനസ് വിത്ത് ഈച്ച് അതർ സച്ച് ആസ് മാനുഫാക്ചറിങ്, സെല്ലിംഗ്, ആസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹോൾസെയിലേഴ്സ്. അതായത് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യാം. അല്ലാതെ രണ്ട് ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഹോൾസെയിലേഴ്സ് തമ്മിൽ ഡീലിംഗ് നടത്തിയിട്ട് അവരെ ഗുഡ്സിനെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്താണ് B2B ബിസിനസ് എന്ന് പറഞ്ഞാൽ. B2C എന്ന് പറഞ്ഞാൽ എന്താണ് കൺസ്യൂമർ ബിസിനസ് ടു കൺസ്യൂമർ, നമ്മളെ പോലെയുള്ള അതായത് നമ്മൾ ഒരു ബിസിനസ് യൂണിറ്റിന് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് വാങ്ങും, നേരെ കൺസ്യൂമറിലേക്ക് എത്താം. അതാണ് B2C എന്ന് പറയുന്നത്. ദെൻ എന്താണ് C2C എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു പഴയ ഒരു വണ്ടി ഉണ്ടെന്ന് വരുന്നത്, അപ്പൊ ഞാനത് വേറെ ഇന്റർമീഡിയറ്റേഴ്സ് ഒന്നുമില്ലാതെ ഓൺലൈനിൽ കൂടി എന്ത് ചെയ്യും, അത് ഇങ്ങനെ ഒരു പരസ്യത്തിൽ സെയിൽ ചെയ്യുന്നത് പറയുമ്പോൾ അത് വേറൊരു കൺസ്യൂമർ കാണാന്ന് അയാൾ വാങ്ങിക്കൊള്ളും. അവിടെ വേറെ നമ്മളെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആരും വരുന്നില്ല. അപ്പം അത് നേരിട്ട് എന്താണ് C2C ആണ്, കൺസ്യൂമർ ടു കൺസ്യൂമറിലേക്ക് പോകുന്നു. ലാസ്റ്റ് വൺ എന്താണ് C2B, കൺസ്യൂമർ ടു ബിസിനസ്. കൺസ്യൂമർ ഇപ്പം കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കാതെ ബിസിനസ് ലെവലിൽ കൊണ്ടുപോയിട്ട് അതിനെ സെയിൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് C2C എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 4 ടൈപ്പ് ഓഫ് എന്താണുള്ളത് ഇ കോമേഴ്സിന്റെ ടൈപ്സ് ആണുള്ളത്. ദെൻ ഇ കോമേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് പിന്നെ ഇതിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഒരു ഇ കോമേഴ്സ് നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, ഡിഫറൻസസ് ട്രേഡിംഗ് കോമേഴ്സും പണ്ടത്തെ ട്രേഡ് കോമേഴ്സും ഇന്നത്തെ ഇ കോമേഴ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കി. അതിന് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഫസ്റ്റ് വൺ വൈഡർ ചോയ്സ് അല്ലെ, ധാരാളം ഓപ്പർച്യൂണിറ്റി, ഭയങ്കരമായ ഒരു ചോയ്സ് നമുക്ക് എവിടെ വരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ബിസിനസിന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസസ് അല്ലെ, കസ്റ്റമർ സർവീസസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ക്വിക്ക് റെസ്പോൺസ് ടു കസ്റ്റമേഴ്സ് നീഡ്സ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് ആൾക്കാരെ ടേസ്റ്റ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കാനായിട്ട് എവിടെ പറ്റുന്നുണ്ട്, ഇ കോമേഴ്സ് ബിസിനസ് പറ്റുന്നുണ്ട്. ദെൻ കോസ്റ്റ് സേവിങ് ആൻഡ് പ്രൈസ് റിഡക്ഷൻ അല്ലെ, പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മാർക്കറ്റ് ഇൻഫോർമേഷൻസ് പെട്ടെന്ന് തന്നെ ആക്സസബിൾ ആവാൻ പറ്റുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ. ഇതൊരു നല്ലൊരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാൻ പറ്റുക അല്ലെ. ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു യൂണിറ്റായി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഓൾ സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇൻഡസ്ട്രി എന്താണ്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കി, കൊമേഴ്സ് എന്താന്ന് നോക്കി, അതിൽ തന്നെ ട്രേഡ് എന്താന്ന് നോക്കി, കൊമേഴ്സിൽ തന്നെ നമുക്ക് മുന്നുണ്ടാകുന്ന ട്രഡീഷണൽ കൊമേഴ്സും ഇപ്പം പുതിയ ടെക്നോളജിയാണ് ഇ കോമേഴ്സ് എന്താന്ന് നോക്കി. ഇ കോമേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് B2B, B2C, C2C, B2C എന്നൊക്കെ പറയുന്നത്. അതായത് C2B എന്നൊക്കെ പറഞ്ഞാല് ബിസിനസ് ടു ബിസിനസ്, രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ തന്നെ ഡീൽ ചെയ്യുന്നു. ബിസിനസ് കൺസ്യൂമേഴ്സ് തമ്മിൽ ഡീലിങ്, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് ഡീലിങ്, ദെൻ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ടു ബിസിനസ്സിലേക്കുള്ള ഡീലിങ്. അതാണ് ഇത്രയും ടൈപ്സ് ഓഫ് ഇ കോമേഴ്സ് എന്ന് പറഞ്ഞത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 യൂണിറ്റിലായിട്ടുള്ള ബിസിനസിന്റെ നാച്ചർ ആൻഡ് സ്കോപ്സ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് നോക്കിയത്.